ഇഷ്ക് എന്ന ചിത്രത്തിന് ശേഷം അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ ടോവിനോ, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ആര്യ സലീം എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന നരിവേട്ട. When the system betrays, the revolution begins. ഈ വാക്യം നിലനിർത്തിക്കൊണ്ടാണ് ചിത്രം കഥ പറയുന്നത്. കുട്ടനാട്ടിൽ ജോലിയൊന്നുമില്ലാതെ ജീവിച്ചു പോരുന്ന വർഗീസിലാണ് കഥ ആരംഭിക്കുന്നത്. അയാളുടെ ജീവിത സാഹചര്യവും പ്രണയവും ഒക്കെ ഇവിടെ എടുത്തു പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് താല്പര്യമില്ലാതെ കോൺസ്റ്റബിൾ ജോലിക്ക് പോകേണ്ടി വരുന്നിടത്താണ് സിനിമ അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. വർഗീസ് എന്ന കഥാപാത്രം ടോവിനോ നന്നായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ആ കഥാപാത്രത്തിന്റെ നിസ്സഹായതയും അയാൾക്കുണ്ടാകുന്ന തിരിച്ചറിവുകളുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ടോവിനോയ്ക്ക് തന്റെ പ്രകടനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. തമി എന്ന കഥാപാത്രമായെത്തുന്ന പ്രണവിന്റെയും ആദിവാസികളുടെ നേതാവായെത്തുന്ന ആര്യ സലീമിന്റെ കഥാപാത്രവും അവരുടെ പ്രകടനവും ചിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. ശരിക്കും നടന്ന, എല്ലാവരും കറുത്ത അധ്യായമായി കരുതുന്ന ഒരു സംഭവം ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ഒട്ടും കുറയാതെ എല്ലാവരിലേക്കും എത്തിക്കാൻ സംവിധായകൻ അനുരാജ് മനോഹറിന് സാധിച്ചിട്ടുണ്ട്. 2003 മുത്തങ്ങയിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി കുടിലുകെട്ടി സമരം ചെയ്ത ആദിവാസികളുടെയും അവരെ വേട്ടയാടി പീഡിപ്പിച്ച ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കഥ. അവർ കാശോ അനാവശ്യമായ ആവശ്യങ്ങളോ അല്ല ചോദിച്ചത്. അവർക്ക് മഴയത്തും വെയിലത്തും തണലേകാൻ ഒരു വീട് മാത്രം. വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും നൽകപ്പെട്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ ഇപ്പോഴും നൽകപ്പെട്ടോ എന്നത് ചോദ്യമായി തന്നെ തുടരുന്നു. ഈ ചിന്ത 2025 ജീവിക്കുന്ന നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ, ഈ ചോദ്യം ഭരണകൂടത്തിനോട് ചോദിക്കാൻ നമ്മൾ ഉതിരുമ്പോൾ നരിവേട്ട എന്ന ചിത്രം അവിടെ വിജയിക്കുകയാണ്. എബിൻ ജോസഫിന്റെ മികച്ച തിരക്കഥയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ടെക്നിക്കൽ സൈഡിലുമുള്ള മികവ് കൊണ്ടും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനം കൊണ്ടും നരിവേട്ട ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ചിത്രമായി മാറുന്നുണ്ട്. കുറ്റം ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ സാറേ.